മീൻ കൊണ്ടെന്ന് വെച്ചിട്ട് 2 ദിവസമായി നന്നാക്കാൻ പറ്റിട്ടില്ല, വെക്കാനും പറ്റിട്ടില്ല. കാര്യം ചെയ്യുന്നു വിചാരിച്ചിട്ട് അമ്മായിമ്മയെ കൊണ്ട് പണിയെടുപ്പിക്കാന്ന് വെച്ചിട്ട് സുഖമായിട്ടിരിക്കേ. വയ്യ എപ്പോഴും വയ്യ. എനിക്ക് വേണ്ടി വയ്യ കിടക്കാൻ ആരോട് പറയാ? എനിക്ക് പിന്നെ ആരുമില്ലല്ലോ. അവനാണെങ്കിൽ കുഴപ്പമില്ല, ഇരുന്നാലും നിന്നാലും അമ്മയെ അത് കുഴപ്പമില്ല. ഈ മീനൊക്കെ വന്ന് കൊണ്ടെന്ന് വെച്ചതാ, പിന്നെ അത് കൊണ്ടെന്ന് വെച്ചല്ലേ എനിക്കിത് വെക്കാൻ കൂട്ടാൻ വയ്ക്കാൻ പറ്റില്ലേ? പണികളിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കൂട്ടാൻ വയ്ക്കണ്ടേ? എനിക്ക് എന്താ ഈ ഇരിപ്പും കിടപ്പും ജീവി കാണുന്നത് മാത്രമല്ല. എനിക്ക് തീരെ വയ്യാത്തോണ്ടാ, ഭയങ്കര വയറുവേദന, നീ ഇവിടെ കിടക്കണേ റൂമിൽ പോയി കിടന്നൂടെ? ഈ ജീവിങ്ങളുടെ കാലത്ത് ഓർത്ത് കിടക്കണുണ്ടല്ലോ. അങ്ങനെ കൊച്ചവിടെ കിടത്തണില്ല. അവിടെ വയ്യിരിക്കത്തോണ്ട് ഞാൻ അവളെ ഇങ്ങനെ ടി വി കാണട്ടെ അവളുടെ കൂടെ വന്നിരുന്നതാണ്. അവളെ കിടത്തണില്ല, അവളെ അടങ്ങിയിരിക്കാൻ വേണ്ടി മാത്രം കിടന്നതാണ് ഞാൻ. കൊച്ചിന്റെ പേര് മതി ഇരുന്നാ ടി വി കണ്ട മതി കിടന്നെങ്കിൽ ഇരുന്നോ. കൂട്ട ഞാൻ തന്നെ വെക്കും. ഞാൻ നേരത്തെ ഞാൻ കാണിച്ചു അവരുടെ വെച്ചിട്ട് ഞാൻ കൂട്ടാൻ വെച്ചിട്ട് ഞാൻ കാണിക്കണം എങ്ങനെയാന്നുള്ളത്. അവനോട് ഞാൻ വർത്താനം ഞാൻ പറയും. അവളെ അത്ര നേരം അങ്ങനെ കിടക്കുന്നറിയാല്ലേ, ടി വി കണ്ട് കിടക്കുക. ടി വി കാണാൻ വേണ്ടിട്ടേ വേറെ ഇഷ്ടമൊന്നുമില്ല. ടി വി ആണെങ്കിൽ ഇരിക്കുക. അവളുടെ അമ്മയല്ലേ, അമ്മായിയമ്മല്ലേ. അതെ, നമുക്ക് പറ്റില്ല ഇതിന് വെക്കാൻ. ഇത് 2 ദിവസമായി മീൻ കൊണ്ടുവന്നത്. അത് വെക്കാൻ ചെറിയ കൂട്ടാൻ വയ്ക്കണമെന്നുള്ള കാര്യം കണ്ട. കോഴി കിടപ്പ് തന്നെ. ഇതിന് മാത്രം എന്താണ് പണിയുള്ളത്? എനിക്ക് വയ്യ, ഇനി എനിക്കൊന്നും ചെയ്യാൻ വയ്യ. ഞാനും വയ്യാണ്ടിരിക്കുന്നതാ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും. 2 ദിവസമായി അവള് പറയുന്നത് തീരെ വയ്യാതെ. ഇന്നിപ്പോ നടുവേദന കൂടിയ കാരണം എനിക്ക് കിടന്നുണ്ടാവാം. അല്ലെങ്കിൽ എല്ലാ ദിവസവും അവനെയും അടുക്കളത്തെ പണിയൊക്കെ ചെയ്ത് കിടന്നതല്ലേ. അപ്പൊ എനിക്ക് അമ്മയുടെ മോൾക്കാണെങ്കിൽ അമ്മ നോക്കാണ്ടിരിക്കും. ഈ അവസ്ഥ അമ്മയുടെ മോൾക്കായിരുന്നെങ്കിൽ അമ്മ എന്ത് ചെയ്യാറില്ല. ശരിയാണ് നീ പറഞ്ഞത്. മകളെ മരുമോളെ രണ്ടായിട്ട് കാണാൻ പാടില്ല. ഒരാളെ കിടക്കാൻ കാണുമ്പോ എനിക്ക് എന്താണോ ദേഷ്യം തോന്നി. എനിക്ക് വയ്യായി കാണാൻ എന്താണാവോ എനിക്ക് പറ്റിപ്പോയി. അവൾ കിടന്നോട്ടെ. അവരെന്നെയാണ് എല്ലാം ചെയ്യണത്. ഒരു ദിവസം 2 ദിവസം ഞാൻ ചെയ്തതിന് എന്താ കുഴപ്പം വരാൻ കിടന്നോട്ടെ അവള്. തെറ്റുപറ്റാത്തായിട്ട് ഈ ലോകത്ത് ആരുമില്ല അല്ലേ. ഈ അമ്മ കണ്ടോ, മകൻ പറഞ്ഞപ്പോൾ തന്നെ വേഗം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്തു. ഇതേപോലെ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് അസുഖം വരുമ്പോൾ സ്വന്തം അമ്മയായിട്ടും മകളായിട്ടും കണ്ട് സാന്ത്വനിപ്പിക്കുമ്പോഴുള്ള സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ. എന്തിനാ പുറത്തുനിന്ന് വന്ന ഒരാളായിട്ട് കാണുന്നത്? സ്വന്തമായിട്ട് കണ്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ നമ്മുടെ വീട്ടിലുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.